ആഴ്ചയായിട്ട് നമ്മൾ പലരുടെയും സാക്ഷ്യങ്ങൾ കേട്ടു. അപ്പോൾ ഈ ആഴ്ച ഞാനൊരു ഉപമയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്, താലന്തുകളുടെ ഉപമ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ഉപമയാണ്. ഒരു യജമാനൻ തൻ്റെ ഭൃത്യന്മാർക്ക് 3 പേർ, ഒരാൾക്ക് 5 താലന്ത് കൊടുക്കുന്നു, ഒരാൾക്ക് 2 താലന്ത്, ഒരാൾക്ക് 1 താലന്ത്. അപ്പോൾ 5 താലന്തുള്ള ആൾ 10 താലന്ത് തിരിച്ചു കൊടുക്കുന്നു, 2 താലന്തുള്ള ആൾ 4 താലന്ത് തിരിച്ചു കൊടുക്കുന്നു. 1 താലന്തുള്ള ആൾ മാത്രം അത് മണ്ണിൽ കുഴിച്ചിട്ടിട്ട് പിന്നെ യജമാനൻ വരുമ്പോൾ അത് കൊടുക്കുന്നു. അപ്പോൾ യജമാനൻ 5 താലന്തുള്ളവന് പിന്നെയും കൂടുതൽ കൊടുക്കുന്നു, 4 താലന്ത് തന്നവനെ പിന്നെ കൊടുക്കുന്നു, 1 താലന്ത് തന്നവനെ മാത്രം പുറത്തോട്ട് അടിപ്പയക്കുന്നു. ശരിക്കും കർത്താവ് നമുക്ക് തന്ന പല ദാനങ്ങൾ ഇതുപോലെ. ചിലർക്കൊക്കെ കുറേ ദാനങ്ങൾ കിട്ടും, ചിലർക്ക് കുറേ ധാരാളമായിട്ട് ഭയങ്കര അനുഗ്രഹമായിരിക്കും. അവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും എപ്പോഴും വിജയം അവർക്ക് കൊയ്യാൻ കഴിയും. ചിലർക്ക് എത്ര ശ്രമിച്ചാലും അങ്ങനെ സാധിക്കത്തില്ല. പക്ഷേ എല്ലാവർക്കും ഏതെങ്കിലും ചെറിയ രീതിയിൽ ചെറിയ ചെറിയ അനുഗ്രഹങ്ങളാണല്ലോ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ഒരു ലക്ഷ്യമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം എന്ന് വെച്ചാൽ, നമ്മുടെ ഈ എന്ത് ചെറിയ അനുഗ്രഹമാണേലും എന്ത് ചെറിയ കഴിവാണേലും നമ്മൾ ശ്രമിക്കണം അത് ദൈവത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈശോയ്ക്ക് വേണ്ടി അത് സമർപ്പിക്കാൻ കഴിയണം.